അത് തെറ്റായാലും ശരിയായാലും അത് അംഗീകരിക്കാൻ തന്നെ എന്റെ തീരുമാനം. ഇന്നത്തെ ഈ രാത്രി ഈ വീട്ടിലെ എന്റെ അവസാനത്തെ ദിവസം. അർച്ചന, നാളെ രാവിലെ ഞാൻ പോവും. സച്ചേട്ടൻ എന്നെ തടയാൻ ശ്രമിക്കരുത്. എന്റെ അനുവാദത്തോടെ നീ പടി ഇറങ്ങില്ല. സച്ചേന്റെ അനുവാദത്തോടുകൂടി മാത്രമേ ഇവിടുന്ന് പോകാവൂന്ന് എന്റെ ആഗ്രഹം. പക്ഷെ സച്ചേട്ടൻ അനുവദിച്ചില്ലെങ്കിലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അത് ശരി. അപ്പോ എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോകുന്നാണോ? സച്ചേന്റെ വാക്കുകൾ ഒരിക്കലും ധിക്കരിക്കാൻ ഇടയാവരുതെന്നുള്ളതാ എന്റെ ആഗ്രഹം. ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. എന്നെ ധിക്കരിച്ച് വേണമെങ്കിൽ നിനക്ക് പോവാം. പക്ഷേ പിന്നെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒരു പെരുമ്പറയും വിളംബരവും കൂടി വേണമായിരുന്നു എന്റെ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ. നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കേണ്ട ഒരു സന്തോഷമാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. തനിക്കിതൊന്നും കാണാനുള്ള ഭാഗ്യമില്ല. ചത്ത ശവം പോലെ ഇവിടെ കിടക്കാന്നല്ലാതെ എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്ന വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ഡോ, തന്റെ അനിയത്തിയുണ്ടല്ലോ, ഈ വീടിന്റെ നിലവിളക്കെന്ന് എല്ലാരും വാഴ്ത്തിപ്പാടിയവള് അർച്ചന. ഇന്നവളുടെ അന്ത്യത്താഴമായിരുന്നു. നാളെ രാവിലെ അവൾ ഈ നെല്ലിശ്ശേരി വീട് വിട്ട് എന്നേക്കുമായി പോകും. അവളങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനത് അങ്ങനെയാക്കി അങ്ങ് മാറ്റും. ഇതിൽ പരൊരു സന്തോഷം എനിക്ക് വേറെ എന്തുണ്ടടോ? അവളും കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് ഏതാണ്ട് അടുത്തൂന്ന് പറയാം. സത്യം പറഞ്ഞ ഇതെന്റെ ഏറ്റവും വലിയ വിജയോ. അല്ല, ഞാനിതൊക്കെ തന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ, എന്നാലും തന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ മനസ്സിനൊരു സുഖമൊക്കെ കിട്ടുന്നുണ്ട്. എടോ, തനിക്കറിയോ, ഈ കുടുംബത്തിന്റെ ഐശ്വര്യലക്ഷ്മിയായിട്ടും രക്ഷകയായിട്ടും എല്ലാരും അരിയിട്ട് വാഴിച്ചിരുന്നവളാ ഈ അർച്ചന. അയാളുടെ മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയി. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇയാള് ചെന്ന് അർച്ചനോട് പോകണ്ടെന്ന് പറഞ്ഞേനെ. ട്ടോ കിളവാ, തന്റെ മരുമോൾ അർച്ചന ഇനി ഈ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. ഇതവളുടെ ഒടുക്കത്തെ പോക്കാ. അപ്പൊ 2 ദിവസം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളോട് നടന്നു അല്ലേ? ആരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതെന്ന് നിനക്കറിയോ? ഇവിടെ നിന്ന് ആരെ ഇറക്കി വിടുന്നില്ല. ഇത് അർച്ചനയുടെ മാത്രം തീരുമാനമാ. പിന്നെ അവരെന്ത് ചെയ്യണമായിരുന്നു? പാഞ്ചാലി വസ്ത്രാക്ഷേപം ഇതിനേക്കാൾ ഭേദമായിരുന്നു. അതിനേക്കാൾ വലിയ ക്രൂരതയല്ലേ എല്ലാരും കൂടി ആ പാവത്തിനോട് ചെയ്തത്? നീ ആരുടെ പക്ഷത്തായിരുന്നു? അർച്ചനടുത്ത് ഇവിടുന്ന് പോകണമെന്നോ അതോ പോകണ്ടെന്നോ? എന്താ നിന്റെ ആഗ്രഹം? ഈ വീടിന്റെ എല്ലാ ദോഷങ്ങളും അതോടെ മാറുന്നെങ്കിൽ അത് നല്ലതല്ലേ? നിങ്ങൾക്ക് ഇത്രയ്ക്ക് മനസ്സാക്ഷിയില്ലാത്തവരായി പോയല്ലോ. നിന്നെ അർച്ചനടുത്ത് എത്രമാത്രം സ്നേഹിച്ചതാടി. പറഞ്ഞിട്ടെന്താ കാര്യം? ഒരു പാഴ് ജന്മം. അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാനായിട്ട് നിനക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതം വെറും പാഴ് ജന്മ. ഈ രക്തത്തിൽ അച്ഛന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ? വേണ്ട, ധനുഷിപ്പ് അങ്ങോട്ട് പോകണ്ട. മിണ്ടരുത് നീ. അർച്ചനടുത്തിന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ നിനക്കെന്തെങ്കിലും കൈയുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഇവിടെ അടിയുടെ പൂരമായിരിക്കും.
എന്താ ഇത്ര വലിയൊരു ആലോചന?